പിന്നെ എങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടുന്നത്? അത് അടിച്ച് ബസ് കറങ്ങുന്ന ടൈമിൽ അടിച്ചിൻ്റെ തലയും മേലൊക്കെ അടിച്ച് നിലത്ത് വീണ്. പിന്നെ കുറച്ച് ഗ്ലാസ് പൊട്ടാനുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് കത്തുകയാണെന്ന് വെച്ച് ഓടി. ഈ പുറത്തിറങ്ങുന്ന സമയത്ത് അതിലെ ആളുകളൊക്കെ എന്താ സമയം വേറെ ആരെങ്കിലും പുറത്തിറങ്ങിയിരുന്നോ കൂടെ? ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് 2-3 ആൾക്കാരിങ്ങനെ പുറത്തുനിന്ന്. അപ്പോൾ നല്ല ശബ്ദത്തിലാണോ അടിച്ചത്? നല്ല അടി പുറത്തുനിന്ന് ആൾക്കാർ ശബ്ദം ഉണ്ടാക്കണ്ടായി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് വലിയൊരു അപകടം ഉണ്ടായത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് അതിൻ്റെ അപകടത്തിൻ്റെ ഭീകരത എത്രയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. വലിയൊരു അപകടമായിരുന്നു സംഭവിച്ചിരുന്നത്. ആ CCTV ദൃശ്യത്തിൽ ഒരു കാര്യം നമുക്ക് കാണാമായിരുന്നു. ആ ബസ് ഇടിച്ച് മറിഞ്ഞതിന് തൊട്ടു പിറകെ ആ ബസ്സിൽ നിന്ന് ഒരു ആൾ ആദ്യമായി ഇറങ്ങി ഓടുന്നത്, അതായത് കാര്യമായ പരിക്കുകളില്ലാതെ ഇറങ്ങി ഓടുന്ന ഒരു ദൃശ്യം, വളരെ പേടിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം കാണാനിടയായിരുന്നു. അത് ഒരു 13-കാരനായ കുട്ടിയായിരുന്നു. മലപ്പുറം തിരൂരങ്ങാടി കൊളപ്പുറം സ്വദേശിയായ 13-കാരൻ കുറ്റിപ്പുറത്തെ ഒരു ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കൊളപ്പുറത്ത് നിന്നായിരുന്നു ഇന്നലെ ബസ്സിൽ കയറിയത്. മോൻ്റെ പേരെന്താണ്? മുഹമ്മദ് റായിസ്. ആയിസിലെ ഇന്നലെ എപ്പോഴാണ് ബസ്സിൽ ഇവിടുന്ന് കയറുന്നത്? ഒരു 10 മണിയാകുമ്പോൾ കയറി. ഇവിടുന്ന് കൊളപ്പുറത്ത് നിന്നാണ് കയറിയല്ലേ? പിന്നെ അവിടെ എത്തുമ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നോ റോട്ടിൽ? കുറ്റിപ്പുറം എത്താനായപ്പോൾ ഭയങ്കര മഴ. ഗ്ലാസ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റാത്ത കോലത്തിലൊക്കെ ആയിരുന്നു. ബസ് നല്ല സ്പീഡിലായിരുന്നു. അപ്പോൾ അമിതമായ നല്ല വേഗതയിലായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഓർമ്മ ഉണ്ടോ? അപ്പോൾ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ഈ ബസ് നല്ല വേഗതയിൽ പോയിട്ട് അമ്പുമൊക്കെ പെട്ടെന്ന് ചാടുമ്പോൾ ഞങ്ങൾ ഹെയറിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊന്തും. തെന്നി പോകാമായിരുന്നു. പിന്നീട് ചെന്ന് ഇടിക്കായിരുന്നു. പിന്നീട് കുറ്റിപ്പുറം എത്തി. അവിടെ നിന്ന് അല്ല, ഈ ബസ് ഇങ്ങനെ തെന്നി പോയിട്ട് ചെന്ന് ഡിവൈഡറിൽ ഇടിച്ചതാ? അല്ല, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഓർമ്മയില്ല അല്ലേ? ഇല്ല. നല്ല ശക്തമായ മഴയുള്ള സമയമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടുന്നത്? അത് അടിച്ച് ബസ് കറങ്ങുന്ന ടൈമിൽ അടിച്ചിൻ്റെ തലയും മേലൊക്കെ അടിച്ച് നിലത്ത് വീണ്. പിന്നെ കുറച്ച് ഗ്ലാസ് പൊട്ടാനുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് കത്തുകയാണെന്ന് വെച്ച് ഓടി. ഈ പുറത്തിറങ്ങുന്ന സമയത്ത് അതിലെ ആളുകളൊക്കെ എന്താ സമയം വേറെ ആരെങ്കിലും പുറത്തിറങ്ങിയിരുന്നോ കൂടെ? ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് 2-3 ആൾക്കാരിങ്ങനെ പുറത്തുനിന്ന്. അപ്പോൾ നല്ല ശബ്ദത്തിലാണോ അടിച്ചത്? നല്ല അടി പുറത്തുനിന്ന് ആൾക്കാർ ശബ്ദം ഉണ്ടാക്കണ്ടായി. പിന്നീട് പകുതി ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് പുറത്ത് വന്നത്? കുറച്ച് ഗ്ലാസ് പൊട്ടിച്ചാണ് പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് മാറി. പിന്നെ ആളുകൾ കൂടിയ ശേഷം ബാഗ് എടുത്ത്. പിന്നെ ഗ്ലാസ് ഉണ്ടായിരുന്നു കണ്ണിന്, കണ്ണാട കാണാനില്ല. പിന്നെ ഹൈവേ മുറിച്ച് കിടന്ന് ഒരു വണ്ടിക്കാരൻ്റെ വണ്ടി കയറിയാണ്ട് വളാഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കയറി. പിന്നെ വീട്ടിലേക്ക് വരും. എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? കയ്യിന് ചെറിയൊരു അടി കിട്ടി. പിന്നെ കാലിന് ചെറിയൊരു വേദനയുണ്ടായി. പിന്നെ തല നിലത്തൊരു അടി അടിച്ചപ്പോൾ കുറേ നേരത്തിനൊക്കെ ഒരു വേദന ഉണ്ടായി. ഇപ്പോഴുണ്ട് ചെറിയൊരു വേദന. അപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നിയില്ലേ? അപ്പോൾ ഇറങ്ങി ഓടി. ബാക്കിൽ എവിടെയായിരുന്നു ഇരുന്നത്? ബാക്കിൽ ഇരിക്കണം, മറ്റേ ബാക്കിൽ ഇങ്ങനെ നീണ്ടാണ്ട് ഇരിക്കുന്ന സീറ്റിലിരുന്നു. നീളമുള്ള സീറ്റിലായിരുന്നു. ഇവിടെ ഉള്ള ആളുകളൊക്കെ ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ബാക്കിൽ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ചുറ്റുഭാഗത്തും രണ്ടാളെയും കാണാൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരുത്തൻ്റെ ഞാൻ പുറത്തേക്ക് ഓടി കുറച്ച് കഴിഞ്ഞ് ബാഗ് എടുക്കാൻ ചെന്നപ്പോൾ ഒരുത്തൻ്റെ കണ്ണാട കിട്ടി. അതിന്മേൽ ഫുള്ള് ബ്ലഡും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. ബസ്സിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതാ സീറ്റിൽ ഫുൾ ആളുകളായിരുന്നു. ഈ തല കീഴായി മറിഞ്ഞു ബസ് മറിഞ്ഞു, തല കീഴായി മറിഞ്ഞു. അപ്പം എല്ലാ യാത്രക്കാരൊക്കെ അതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും പുറത്തേക്ക് തെറിച്ച് വീഴുക അങ്ങനെ കണ്ടിരുന്നോ? ഇല്ല. അപ്പോൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തതല്ലേ? ഇവിടെ ആരെങ്കിലും വിളിക്കുകയോ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നോ? എന്നോട് ഹോസ്പിറ്റലിൽ പോകണം ചോദിച്ചിരുന്നു. വേണ്ടെന്ന്. വേദനയൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഉണ്ട്, കുളത്തി പിടിക്കലുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇത് കണ്ടിരുന്നോ? CCTV കണ്ടോ? കണ്ടു. കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? രക്ഷപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ഇവിടെ തോന്നുന്നല്ലേ? ഇവിടെ പഠിക്കുന്ന ഏത് ദർസിലാണ്? കാലടി, പാറപ്പുറം. അവരൊക്കെ ഉസ്താദ്മാരൊക്കെ
അറിയിച്ചോ? ഓഫ്താമർ വന്നിരുന്നു രാവിലെ. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലല്ലേ. ഇതില്ല. ഏതായാലും ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ഇവൻ പുറത്തേക്ക് വരുന്നത് കാണാം. അത് ഇവനാണ് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഒരു വലിയ ആളായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ 13-കാരനായ ഇവനാണ് അന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ. പക്ഷേ ആ അപകടത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് പറയാം. കാരണം ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം വലിയ ഒരു അപകടമാണ് സംഭവിച്ചത്. കാര്യമായ പരിക്കുകളൊന്നുമില്ല എങ്കിൽ പോലും ചില വേദനകളൊക്കെ ശരീരത്തിൽ എങ്കിൽ പോലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉടനടി അവിടുന്ന് കിട്ടിയ വാഹനത്തിൽ നാട്ടിലേക്ക് വളാഞ്ചേരിയിലേക്ക് വരികയും അവിടുന്ന് നാട്ടിലേക്ക് പോരുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നന്നായി പേടിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ ഒക്കെ ഒന്ന് നോർമലായതിന് ശേഷമാണ് സംസാരിക്കാനൊക്കെ തയ്യാറായത് എന്നുള്ളതാണ്. ഏതായാലും അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് അവിടുന്ന് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കൊടുന്നപ്പം ജംഷീർ കൊടിഞ്ഞ്, മീഡിയ.